ഇനി നമുക്ക് പിരായിരിയിലേക്ക് പോകാം. അവിടെ സ്വാലിഹ് ഉണ്ട്, ഞങ്ങളുടെ പ്രതിനിധി. സ്വാലിഹ്, ഞങ്ങൾ മാത്തൂരും കണ്ണാടിയും നഗരസഭയും ഒക്കെ സഞ്ചരിച്ചു. പക്ഷേ ഈ 38.47% ഉണ്ടെങ്കിൽ പോലും പിരായിരിയിലാണ് ഏറ്റവും കൂടുതൽ പോളിംഗ്. ഈ പഞ്ചായത്തുകളുടെ കൂട്ടത്തിൽ നഗരസഭയും പഞ്ചായത്തും കൂടി കൂട്ടുമ്പോൾ ഏറ്റവും കൂടുതൽ പോളിംഗ് ഈ താരതമ്യേന കൂടി നിൽക്കുന്നത് പിരായിരിയിലാണ്. പിരായിരിയിൽ ഏത് ബൂത്തിന് മുന്നിലാണ് ഇപ്പോൾ സ്വാലിഹ് ഉള്ളത്? അവിടുത്തെ വിവരങ്ങളൊന്ന് ക്രോഡീകരിച്ചാൽ. അജിബ്ഷാദ്, ഞാൻ 113 A, B അതോടൊപ്പം 114 ബൂത്തുകൾക്ക് മുൻപിലാണോ ഉള്ളത്. ഇവിടെ നമുക്കറിയാം രാവിലെ മുതൽ വലിയ തിരക്കുണ്ടായിരുന്ന സ്ഥലമാണ് പിരായിരി പഞ്ചായത്ത്. വോട്ടർമാർ കൂടുതലുള്ള പഞ്ചായത്താണ്. അതോടൊപ്പം തന്നെ വലിയ ആവേശത്തിൽ രാവിലെയൊക്കെ പോളിംഗ് ബൂത്തിന് മുമ്പിൽ ആളുകൾ എത്തിയിരുന്നത് നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നു. പക്ഷേ ഞാനിപ്പോൾ നിൽക്കുന്ന ഈ 3 ബൂത്തിലും കാര്യമായ ആളുകളില്ല. ഉച്ചനേരത്തെ ഒരാലസ്യം നമുക്ക് ബൂത്തുകളിലൊക്കെ മറ്റിടങ്ങളിൽ പോലെ തന്നെയാണ് കാണാൻ കഴിയുന്നുണ്ട്. 3 ബൂത്തുകളിലും 3-4 ആളുകൾ മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. അതേസമയം ഈ മുന്നണികളുടെയൊക്കെ പ്രവർത്തകർ പരമാവധി വോട്ടർമാരെ ഈ നേരത്തൊക്കെ എത്തിക്കാനുള്ള ഒരു ശ്രമം തുടരുന്നുണ്ട്. തെരഞ്ഞെടുപ്പിൻ്റെ അവസാന മണിക്കൂറുകളിലേക്ക്, വോട്ടെടുപ്പിൻ്റെ അവസാന മണിക്കൂറുകളിലേക്ക് കടക്കുമ്പോഴും അതേ ആവേശത്തിൽ ആളുകൾ വോട്ട് ചെയ്യിക്കാനുള്ള ഒരു ശ്രമം പ്രവർത്തകരുടെയൊക്കെ ഭാഗത്തുനിന്ന് നടക്കുന്നുണ്ട്. ഈ വെയിലൊന്ന് താഴ്ന്നു കഴിഞ്ഞാൽ വീണ്ടും വലിയ തിരക്കുണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ കഴിഞ്ഞ കണക്കുകളെയൊക്കെ താരതമ്യം ചെയ്യുമ്പോൾ വലിയ മുന്നേറ്റം ഇല്ല. പോളിംഗ് ശതമാനത്തിൽ അത്ര വലിയൊരു വർധനയ്ക്ക് സാധ്യതയില്ല എന്ന ഒരു വിലയിരുത്തൽ ഇപ്പോൾ പങ്കുവെക്കുന്നുണ്ട്. ഈ ആവേശം നിറഞ്ഞ തെരഞ്ഞെടുപ്പ് പ്രചാരണവും മറ്റുമെല്ലാം വലിയ പ്രതീക്ഷ മുന്നണികൾക്ക് നൽകിയിരുന്നു. പോളിംഗ് ശതമാനം ഉയരുമെന്ന ഒരു കണക്കുകൂട്ടലുണ്ടായിരുന്നു. പക്ഷേ അത് ഇപ്പോൾ ഇന്ന് കാണാനില്ല. നമുക്ക് ഈ ഉച്ച സമയത്തൊക്കെ പൂർണ്ണമായി ഒഴിഞ്ഞു കിടക്കുന്ന പല ബൂത്തുകളുമുണ്ട്. ഈ ഞാൻ നിൽക്കുന്ന ബൂത്തുകളിൽ തന്നെ 3 ബൂത്തുകളുള്ള സ്ഥലമാണ്. എന്നിട്ട് പോലും ഇപ്പോൾ വോട്ട് ചെയ്യാനായി എത്തിയവരുടെ എണ്ണം വളരെ വിരലിലെണ്ണാവുന്നവർ മാത്രമാണ് 3 ഇടങ്ങളിലായി നിൽക്കുന്നത്. ഇങ്ങനെ ഒരു ഈ ഉച്ചയ്ക്ക് ഇങ്ങനെ ഒരു പ്രശ്നം നേരിടുന്നുണ്ട്. പക്ഷേ വൈകിട്ടോടെ കൂടുതൽ പേർ എത്തും, പോളിംഗ് ഉയരും എന്ന ഒരു പ്രതീക്ഷ മുന്നണികളുടെ പ്രവർത്തകരൊക്കെ പങ്കുവെക്കുന്നുണ്ട്. തീർച്ചയായും എന്തായിരുന്നാലും പാലക്കാട് മാത്തൂരും കണ്ണാടിയും പിരായിരിയും നഗരസഭയും ഉൾപ്പെടുന്ന പാലക്കാട് നിയമസഭാ മണ്ഡലം വിധി എഴുതുമ്പോൾ 40.85% ഈ ഘട്ടത്തിൽ ഏറ്റവും പുതിയതായെത്തുന്ന വോട്ടിംഗ് ശതമാനത്തിൻ്റെ കണക്ക് രേഖപ്പെടുത്തുന്നത്. കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ചുള്ള കുറവ് രേഖപ്പെടുത്തുന്നു. വോട്ട് ചെയ്യുന്നതിൽ മാത്രമല്ല, വോട്ട് ചെയ്യാതിരിക്കുന്നതിലും ഒരു രാഷ്ട്രീയമുണ്ട്. ഒരുപക്ഷെ എന്താണ് പാലക്കാട് കരുതി വച്ചിരിക്കുന്നത് എന്ന് 23-ന് അറിയാം. എങ്കിൽ പോലും ഈ ഘട്ടത്തിൽ ഏറ്റവും പുതിയ പോളിംഗ് ശതമാനമായി എത്തുന്നത് 40.87%. വിവിധ കോണുകളിൽ നിന്നാണ് ഞങ്ങളുടെ പ്രതിനിധികൾ വിവരങ്ങൾ നൽകിയത്.